ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ സ്പൈസി ആൻഡ് പേസ്ട്രി. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ബാച്ചിലേഴ്സിനും ഒക്കെ നല്ല ഹെൽപ്ഫുള്ളാവും, അതുപോലെ തന്നെ വർക്കിംഗ് മദേഴ്സിനും ഒക്കെ യൂസ്ഫുള്ളാവും. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് നോക്കാം. ഒരു കടായിലേക്ക് 5-6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 4 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക്, ഇത് ഉണ്ട പച്ചമുളകാണ്, അപ്പോൾ നന്നായിട്ട് എരിവുണ്ടാവും, അത് കാരണം ഞാൻ 3 മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കരിവേപ്പില ഇട്ട് കൊടുക്കാം, എന്നിട്ട് അതും വഴറ്റി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയൊക്കെ ഈ കളറ് ലൈറ്റ് ബ്രൗൺ ആയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നടുഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് ലോയിലിട്ടിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 ടീസ്പൂൺ ചില്ലി പൗഡറാണ്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കാം. ആ പൊടികളൊക്കെ കുറച്ച് റോസ്റ്റ് ആയതിന് ശേഷം ഇതിലേക്ക് 3 ടൊമാറ്റോ ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് ടൊമാറ്റോയൊക്കെ സോഫ്റ്റ് ആവുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ടൊമാറ്റോ ഒക്കെ ഇതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് തവിയും കൊണ്ടൊന്ന് കുറച്ചും കൂടെ ഉടച്ചു കൊടുക്കാം. എന്നിട്ട് 1 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഫ്ലെയിം ഒന്ന് ഹൈയെ വെച്ച് 5 മിനിറ്റ് ആയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഫ്ലെയിം ലോ ടു മീഡിയമിൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വെള്ളമൊന്നും അപ്പം ചേർക്കേണ്ട, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനാണോ എന്നൊന്ന് നോക്കിയേക്കാണ്. ഇനി നമുക്ക് പിന്നെ മൂടി വെച്ച് ഒരു 20-25 മിനിറ്റ്സ് കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ ചിക്കൻ ഒന്ന് വേവുന്നതിന് വരെ കുക്ക് ചെയ്യണം. അത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല സിമ്പിളാണല്ലേ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്